Photoelectric effect. We know photoelectric effect is the phenomenon of ejection of electrons when light of suitable frequency falls on a surface. The photoelectric emission was discovered by Henry Hertz. In photoelectric effect, light energy is converted into electrical energy. The photo means light. Generated electrons are called photoelectrons. ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് ദ കറൻറ്റ് ഈസ് കോൾഡ് ഫോട്ടോ കറൻറ്റ്. സബ്സ്റ്റൻസസ് ദാറ്റ് റെസ്പോണ്ട് ടു ലൈറ്റ് ആർ കോൾഡ് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസസ്. Metals like zinc, cadmium, magnesium, etc. respond only to ultraviolet light. Alkali metals such as lithium, sodium, potassium, cesium and rubidium are sensitive to visible light. Next, Havok's and Lenard's observations. നമുക്ക് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കാണാം. William Havok's and Philip Lenard studied photoelectric effect in detail using an evacuated glass tube with 2 zinc plates as electrodes. 2 zinc plates electrodes ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിനകത്ത് അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. ഈ സെറ്റപ്പിൽ when ultraviolet radiations were allowed to fall on the emitter plate, current flows in the circuit. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വന്നു വീണപ്പോൾ കറൻറ്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. എമിറ്റർ പ്ലേറ്റിലാണ് ഈ റേഡിയേഷൻസ് വന്നു വീഴുന്നത്. when collector plate is illuminated, no current flows. When the frequency of incident radiation is less than a certain minimum value, no photoelectric emission is possible. This minimum frequency is called threshold frequency. Threshold frequency depends on the nature of the metal. Important point. Now, we have to discuss experimental study of photoelectric effect. ഇവിടെ ഒരു ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ്, ക്വാർട്സ് വിൻഡോ, കമ്മ്യൂട്ടേറ്റർ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ഓർ ക്വാർട്സ് ട്യൂബ് ഹാവിംഗ് എ ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് സി ആൻഡ് അനദർ മെറ്റൽ പ്ലേറ്റ് എ. Monochromatic light from the source S passes through the window W and falls on the photosensitive plate C. ക്വാർട്സ് വിൻഡോയിലൂടെ കടന്നു വരുന്ന മോണോക്രോമാറ്റിക് ലൈറ്റ് ഫോട്ടോസെൻസിറ്റീവ് പ്ലേറ്റിൽ വന്ന് പതിക്കുന്നു. എ ട്രാൻസ്പെറൻറ്റ് ക്വാർട്സ് വിൻഡോ ഈസ് സീൽഡ് ഓൺ ദ ഗ്ലാസ് ട്യൂബ് വിച്ച് പെർമിറ്റ്സ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ടു പാസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറേഡിയേറ്റ് ദ ഫോട്ടോസെൻസിറ്റീവ് പ്ലേറ്റ് സി. ഈ ക്വാർട്സ് വിൻഡോയുടെ പ്രത്യേകത ഇതാണ്. അത് അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ ആ വിൻഡോയിലൂടെ കടന്നു വരാൻ അനുവദിക്കുകയും ഫോട്ടോസെൻസിറ്റീവ് പ്ലേറ്റിലേക്ക് വന്ന് പതിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ദെൻ ദ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ബൈ ദ പ്ലേറ്റ് സി ആൻഡ് ആർ കളക്റ്റഡ് ബൈ ദ പ്ലേറ്റ് എ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ ബാറ്ററി. Polarity of the plate C and A can be reversed by a commutator. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന സെറ്റപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമിറ്റർ ആൻഡ് കളക്ടർ പ്ലേറ്റ്സ് ഈസ് മെഷേർഡ് ബൈ എ വോൾട്ട്മീറ്റർ ആൻഡ് ദ റിസൾട്ടിംഗ് ഫോട്ടോ കറൻറ്റ് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് ഈസ് മെഷേർഡ് ബൈ എ മൈക്രോ അമ്മീറ്റർ. നോട്ട് ദ പോയിൻറ്റ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കറൻറ്റാണ്, മൈക്രോ ആംബിയർ റേഞ്ചിലുള്ള കറൻറ്റാണ് ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നുള്ള കുറച്ച് റിസൾട്ട്സ് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ്
effect of intensity of light on photocurrent. The photocurrent increases linearly with the intensity of incident light. നമുക്കറിയാം photocurrent is directly proportional to the number of photoelectrons emitted per second. വന്നു വീഴുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് പെർ സെക്കൻഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഫോട്ടോ കറൻറ്റ്. ഫോട്ടോ ഇലക്ട്രോൺസ് എത്രത്തോളം വന്ന് വീഴുന്നു അതിനനുസരിച്ചായിരിക്കും ഫോട്ടോ കറൻറ്റ് ഉണ്ടാവുക. Thus, the number of photoelectrons emitted per second is directly proportional to intensity of incident radiation. ഗ്രാഫിക്കലി ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആസ് എ ഷോൺ ഇൻ ഫിഗർ ലഭിക്കുന്നു. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ്. Photoelectric current increases with increasing in accelerating potential. ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂടിയാലും ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. ദ മാക്സിമം വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ കറൻറ്റ്. ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറൻറ്റ്. വെൻ negative potential is applied, the photocurrent decrease rapidly and drops to 0. നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ കറൻറ്റ് ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെ സീറോയിലേക്ക് എത്തുന്നു. ദ മിനിമം നെഗറ്റീവ് ഓർ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ V0 for which the photocurrent stops or becomes zero is called cut-off or stopping potential. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഫോട്ടോ കറൻറ്റിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഫോട്ടോ കറൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിക്കം സീറോ ആവുന്ന ആ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യലിന് നമ്മൾ പറയുന്ന പേരാണ് കട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നൗ, പൊട്ടൻഷ്യലും ഫോട്ടോ കറൻറ്റും തമ്മിലുള്ളൊരു ഗ്രാഫാണ് ഫോർ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് വിത്ത് ഫിക്സഡ് ഫ്രീക്വൻസീസ്. ഫ്രീക്വൻസി ഫിക്സഡ് ആണ്, പക്ഷേ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിട്ട് I1, I2, I3. അതായത് I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I1. അങ്ങനെ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസിലുള്ള എന്നാൽ ഫിക്സഡ് ഫ്രീക്വൻസിയിൽ അങ്ങനെയുള്ളൊരു കേസിലുള്ള പൊട്ടൻഷ്യലും ഫോട്ടോ കറൻറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കേസിൽ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതായത് ഫോട്ടോ കറൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിക്കം സീറോ ആവുന്ന ആ പോയിൻ്റ് കൂടെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ, അതായത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്.